ഇലക്ഷൻ അടുത്തതോടെ വിവാദങ്ങൾക്കും പരാമർശങ്ങൾക്കും ഇത്തവണയും പഞ്ഞമൊന്നുമില്ല. പാലക്കാട് പാതിര റെയ്ഡ് വിവാദമായപ്പോൾ അതിൽ പിടിച്ചു തൂങ്ങി പരാമർശങ്ങൾ ഉന്നയിച്ച് പല നേതാക്കളും മുന്നിലെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ പരാമർശങ്ങളെല്ലാം പൊള്ളയാണെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KPM ഹോട്ടലിൽ എത്തിച്ച ട്രോളി ബാഗിൽ പണമാണെന്ന് പോലീസിന് ഇതുവരെ തെളിയിക്കാനായിട്ടില്ല. ട്രോളി ബാഗുമായി മുറിയിലെത്തിയ ഫെനി ചെലവഴിച്ചത് വെറും 48 സെക്കൻഡ് മാത്രമായിരുന്നു. CCTV പരിശോധിച്ചതിൽ നിന്ന് ഹോട്ടലിൽ എത്തിച്ച ട്രോളി ബാഗിൽ പണമാണെന്ന് തെളിയിക്കാൻ ആകില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. CPIMന്റെ പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ നീക്കം. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനവും വന്നിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കേസെടുത്തേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പിൻവാതിലിലൂടെ പുറത്തുപോയെന്ന് പറയുന്നതും തെറ്റായിരുന്നു. നീല ട്രോളി ബാഗിൽ തന്റെ വസ്ത്രങ്ങളായിരുന്നു എന്നാണ് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഹോട്ടലിൽ നിന്ന് പിൻവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങിയെന്ന ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർത്തത്. തന്റെ നീല ട്രോളി ബാഗ് പരിശോധിക്കാൻ പോലീസിന് നൽകാൻ തയ്യാറാണെന്നും പെട്ടിയിൽ പണമുണ്ടെന്ന് തെളിയിച്ചാൽ ആ നിമിഷം താൻ പ്രചാരണം നിർത്താൻ തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ വെല്ലുവിളിച്ചു. പോലീസിന് ആ പണം കണ്ടെത്തി ആരോപണങ്ങൾ തെളിയിക്കാൻ വളരെ എളുപ്പമല്ലേ? എന്നിട്ടും ഇതുവരെ പണം എവിടെയെന്ന് കണ്ടെത്താത്തത് എന്താണെന്നും രാഹുൽ ചോദിച്ചു. പോലീസും പാർട്ടി മാധ്യമവും സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. സംശയാസ്പദമായി ഒരു തെളിവും അവർക്കാർക്കും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമെന്നാണെങ്കിൽ തന്നെ LDF കൺവീനറാക്കിക്കൂടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. എന്നാൽ 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സംഭവ സ്ഥലത്തേക്ക് ബാഗിൽ ഇത്രയധികം തുണിത്തരങ്ങൾ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ കോൺഗ്രസിനുള്ളിലെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സരിനെ തിരുത്തിയിട്ടുമുണ്ടായിരുന്നു. കള്ളപ്പണ വിവാദത്തെ നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ അന്വേഷണം വേണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആവശ്യം. എന്തൊക്കെയായാലും പരസ്പരം ചെളിവാരിയെറിഞ്ഞും കുളം കലക്കിയും തമ്മിൽ തല്ലിയും ഇലക്ഷൻ പ്രചരണം തകൃതിയിൽ നടക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.